അമ്മേനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ കുറെ പറയാനുണ്ട്. ആദ്യം മനസ്സിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഭയങ്കര നല്ലൊരു പാരന്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു പ്രത്യേക രീതിയിലാണ് പാരന്റ് ചെയ്തെടുത്തത്. ലൈക്ക് ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ ചെറിയ കാര്യങ്ങൾ പോലും വളരെ രസകരമായിട്ട് ചെയ്യിപ്പിക്കുന്നു. ഞങ്ങള് പണ്ട് ഇങ്ങനെ മമ്മി ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ടോക്ക് കൊടുക്കാൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പല ഭാഷയിലും പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ അത് തുടങ്ങിയത് എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ ഇന്നും വണ്ടി പോകുമ്പോൾ കൊന്തെത്തിക്കും. പക്ഷെ കൊന്തെത്തിച്ച് ഞങ്ങൾ ചെറുപ്പമായിട്ട് ഞങ്ങൾ ഇന്നും ഇങ്ങനെ ശിവമ്മ എന്ന് മതി, നമുക്ക് ഇനി വേറെന്ന് വർത്താനം പറയാം. അപ്പം അമ്മ അന്ന് തുടങ്ങിയൊരു സംഭവമാണ് നമുക്കിങ്ങനെ ഓരോ ഭാഷയിലും ഓരോ ജേർണി പോകുമ്പോൾ നമുക്ക് ഓരോ ഭാഷയിലും ഇങ്ങനെ നന്മ തന്നെ പറയുമ്പോൾ പഠിക്കണം. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ പഠിച്ച ഭാഷയാണ് ലാറ്റിനിലെ നന്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഓർമ്മ അതിങ്ങനെ ഓരോ ലൈൻ പഠിക്കുമ്പോൾ ഇങ്ങനെ തമാശയിലാകുമ്പോൾ ഇങ്ങനെ ഓരോ ലൈൻ ഇങ്ങനെ അതിൽ അതെനിക്ക് മമ്മിക്ക് വേണ്ടിയിട്ട് അത് പറയണമെന്നുണ്ട്. ആദ്യമായിട്ട് ലാറ്റിനിൽ പഠിച്ച നന്മ എന്ന് പറയുമ്പോൾ അമേൻ. പിന്നെ എനിക്കൊരു ചെറിയൊരു അനുഭവം പറയാനുണ്ട്. ഞാൻ അമ്മേനെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് മാസത്തിന് കൂടുതലായി. ഞാനപ്പോൾ ഒരു സമയത്ത് ഞാൻ ഡൽഹിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം എനിക്കിങ്ങനെ പനി അടിച്ചിരിക്കുമായിരുന്നു. നല്ല തണുപ്പുള്ള സമയമാണ്, നല്ല പനി അടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എങ്ങനെയും ഞാൻ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ അമ്മ എടുത്തില്ല. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അമ്മ എന്തായാലും തിരിച്ച് വിളിക്കാതിരിക്കാം എന്തായാലും ഞാൻ പിന്നെ നോക്കിയില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് അപ്പേനെ എല്ലാവരും ഭയങ്കര മിസ് ചെയ്ത ദിവസമായിരുന്നു. അതിൻ്റെ രാത്രി എനിക്ക് തോന്നുന്നു ഒരു 9 മണി ആയപ്പോൾ അമ്മ എന്നെ വിളിച്ചു. അമ്മ എനിക്ക് തോന്നുന്നു ഞാൻ അമ്മേനെ വിളിച്ചിട്ടില്ല, ഞാൻ പപ്പേനെ വിളിച്ചേ. അമ്മ എന്നെ തിരിച്ച് രാത്രി വിളിച്ചു. അങ്ങനെ അമ്മ പറഞ്ഞു, സ്വർഗം നിനക്ക് ഈ കോളടിക്കാനായിട്ട് എനിക്ക് തോന്നി, അതാണ് ഞാൻ ഈ കോളടിക്കണേ, എന്തുണ്ടായെന്ന്. എൻ്റെ കണ്ണ് നിറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന്. ഞാനിങ്ങനെ അമ്മ ഇങ്ങനെ അതൊരു സ്വർഗം നിനക്ക് കോളടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അത് കാരണമാണ് ഞാൻ വിളിക്കണത്, എന്തുണ്ടായേ. എനിക്കിങ്ങനെ അമ്മ എൻ്റെ അടുത്തില്ലെങ്കിലും അന്ന് എനിക്ക് അമ്മ എൻ്റെ അടുത്തുള്ള പോലെ ഒരു ഫീൽ ആയിരുന്നു. കാരണം ഈശോ അമ്മയിലൂടെ സംസാരിച്ച പോലെ എനിക്ക് അന്ന് തോന്നി. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കര വയ്യായാണ്. ഞാൻ പറഞ്ഞു ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ നിന്നെ വിളിക്കാനായിട്ട് തോന്നാം, അങ്ങനെ പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് നിന്നെ വിളിക്കാൻ തോന്നുന്നു, അങ്ങനെ വിളിച്ചത് കോളാണ്. ഞാൻ ഒരിക്കലും മറക്കില്ല. അതിൻ്റെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക് അന്നത്. ലൈക്ക് അങ്ങനെ. പക്ഷെ അമ്മ വേറെന്തെങ്കിലും പറയണ്ട. അമ്മേനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ ഇപ്പം അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ ആദ്യം എന്നെ അടിക്കാൻ പോണത് പപ്പേനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ, അപ്പോൾ ആദ്യം അതിൽ നിന്ന് ഞാൻ തുടങ്ങാണ്. ഞാനിപ്പോഴും ഈ ആൾക്കാരിങ്ങനെ പറയും, നിനക്ക് എന്നെ അച്ഛനാവനാണോ, കല്യാണം കഴിക്കാൻ പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണം കഴിക്കണത് ഞാൻ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അമ്മയുടെ പോലെ ഒരു അമ്മേനെ എനിക്ക് ഭാര്യയായിട്ടും പിന്നെ അപ്പേനെ പോലെ ഒരു ഭർത്താവാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ കല്യാണം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ എന്തൊരു പൊട്ടയായിരിക്കും എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഒരു അർത്ഥവത്തില്ലാത്തതായിരിക്കും ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെയുള്ളൊരു കാര്യം, അമ്മയ്ക്ക് പുസ്തകം എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ ഒരു കബോർഡ് തന്നെയുണ്ട് വീട്ടിൽ, നിറച്ച് അമ്മയുടെ വചനങ്ങളും അമ്മ ഹോസ്റ്റലിലും കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ എഴുതിയിരുന്നത്. അതിങ്ങനെ തരാന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, അമ്മ പുസ്തകം എഴുതണമെങ്കിൽ ഞാൻ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും നോക്കി സഹായിക്കാമെന്ന് പറയും. അപ്പം പറയും, അത് കുഴപ്പമില്ലടാ ഞാൻ എഴുതാം. അങ്ങനെ പറഞ്ഞ് അവസാനം എഴുതിയില്ല. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഓരോ കീമോയിലൂടെയും ഓരോ റേഡിയേഷനിലൂടെയും അമ്മ ഓരോ പേജ് ആക്ച്വലി എന്താ പറയുക സാക്ഷിയായിട്ട് എഴുതുമായിരുന്നു. പിന്നെ പറയാനുള്ളൊരു കാര്യം, അമ്മയുടെ നിന്ന് പഠിച്ച ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഭയങ്കര ഒരു അമ്മയുടെ രീതിയിൽ നോക്കിയാൽ വേറെ സംഭവമാണ്. അതായത് അത് വളരെ ഒട്ടും മനുഷ്യരെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴായിട്ടും പല പ്രോഗ്രാമുകൾക്കും എൻ്റെ സ്കൂൾ ടൈമിൽ എൻ്റെ പീർ ഗ്രൂപ്പ്സ് ആയിട്ടുള്ളതും അങ്ങനെ പല പ്രോഗ്രാമിനും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല.
കാരണം അമ്മ പറയും എടാ അതിന് പോണോ, അപ്പം ഞാൻ ആദ്യം എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാലും പിന്നെ എനിക്ക് മനസ്സിലാവും അമ്മ വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അത് മണ്ടത്തരമാണ്. അത് നമ്മൾ ചെയ്ത് നമ്മളിങ്ങനെ നമ്മളെ തന്നെ പൊട്ടനാക്കുമായിരിക്കും. ഇപ്പം അമ്മ പറയുകയാണ്, ഇപ്പം ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പറയാം, എടാ നീ സ്കൂൾ നിർത്ത്, നീനിപ്പോൾ പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, അപ്പം തന്നെ ഞാൻ പഠിപ്പ് നിർത്തി പോരും. കാരണം അമ്മ അത് ഓരോ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ എനിക്ക് വേണ്ടി പറയുമ്പോഴും അത് ഈശോയോട് പ്രാർത്ഥിച്ച് എടുക്കുന്നൊരു തീരുമാനമാണ്. അപ്പോൾ ഇടയ്ക്ക് എനിക്കും തോന്നിയിട്ടുണ്ട്, ജോലി ടീച്ചറൊക്കെ പറഞ്ഞ പോലെ അവിടെ നിന്ന് ജോലി നിർത്തി നാട്ടിലോട്ട് വന്നു. അതിൻ്റെ ഒരു ലോജിക്ക് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്. പപ്പ ജോലി ചെയ്യുന്നില്ല, അമ്മയും ജോലി ചെയ്യുന്നില്ല, ആരും ജോലി ചെയ്യുന്നില്ല, അപ്പോൾ ഇനി എന്താ എന്നൊക്കെ രീതിയിൽ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ അത് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അമ്മ കർത്താവിൻ്റെ പ്ലാനാണെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ട് പപ്പ അടക്കം ഞങ്ങൾ ആരും ഒരിക്കലും അല്ല അത് എങ്ങനെ ചെയ്താൽ മതി, അത് അമ്മയോടുള്ള റെസ്പെക്റ്റ് അല്ല, അമ്മ പറയുന്നത് ഈശോ അമ്മയോട് സംസാരിക്കുക എന്ന് പറയുന്നതുകൊണ്ടുള്ളൊരു ഇതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അമ്മയുടെ നിന്ന് ഞാൻ മോഷ്ടിച്ച ഒരു വചനമുണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. റോമ 8:38-39. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ 3 മിനിറ്റോ 2 മിനിറ്റോ തികയില്ല. അപ്പം ഞാൻ അവസാനമായിട്ട് അമ്മേനെ കാണുന്ന 1 മാസം മുമ്പായിരുന്നു. അപ്പം പ്രാവശ്യം അമ്മേനെ കാണാൻ പോകുമ്പോൾ എന്ന് പറയുമ്പം ആകെ ശരീരത്തിൽ മൊത്തം ട്യൂമർ ബാധിച്ച സമയമായിരുന്നു. അപ്പം എൻ്റെ ഇപ്പോഴത്തെ അറ്റൻഡൻസ് നോക്കുവാണെങ്കിൽ എനിക്ക് അറ്റൻഡൻസ് ഇല്ല, ഞാൻ 2nd ഇയർ പഠിക്കുവാണ്. അപ്പം എന്നാലും ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എത്ര അധികം എനിക്ക് ദിവസം അവിടെ നിൽക്കാൻ സാധിക്കുന്നോ അത്രയും ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നിട്ട് അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. അപ്പം നമ്മൾ അമ്മേനെ എടുത്തുകൊണ്ട് വീൽ ചെയറിലാക്കി അങ്ങനെയൊക്കെയാണ് വാഷ്റൂമിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴും അമ്മയുടെ ടെൻഷൻ എന്ന് പറയുന്നത് എൻ്റെ വേദനയാണ്. എനിക്ക് അമ്മേനെ താങ്ങുമ്പം എൻ്റെ കൈക്ക് ഉണ്ടാവുന്ന വേദനയാണ്. അത്രയും ശരീരം മൊത്തം ട്യൂമറായിട്ടിരിക്കുമ്പോഴും എൻ്റെ വേദനയെക്കുറിച്ചാണ് അമ്മയുടെ വ്യാകുലതയായിരുന്നത്. എല്ലാ കാര്യങ്ങളിലും നമ്മളെക്കാളും കൂടുതൽ അത്രയും വേദനയെ കൂടെ പോകുമ്പോഴായാലും അമ്മയുടെ വേദനയെക്കാളും നമ്മുടെ വേദനയ്ക്കായിരുന്നു മമ്മി എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറയും നീ റെസ്റ്റ് എടുത്തോ. ഞാൻ ആലോചിക്കുമ്പോൾ എന്നെക്കാളും കൂടുതൽ വേദനയുള്ള ഒരാളിവിടെ ഉണ്ടാകുമ്പം ഞാൻ എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് തിരിച്ചു വരുമ്പം മമ്മി പറഞ്ഞൊരു വാക്കായിരുന്നു, അടുത്ത പ്രാവശ്യം നീ എന്നെ കാണുമ്പം ഞാൻ വളരെ ഹെൽത്തി ആയിരിക്കും, ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നത്. ഇന്നത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അമ്മേനെ പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. അമ്മ ഈശോയുടെ അടുത്ത് അത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഈ സമയം അന്ന് അമ്മ പറയുമ്പോൾ ഞാൻ ആലോചിച്ചായിരുന്നു, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ കാണുമ്പോൾ മമ്മി ക്യാൻസർ ഫ്രീ ആയിരിക്കും, ഫുള്ളി ഓക്കെ ആയി ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ളൊരു അമ്മേനെ ആയിരിക്കും ഞാൻ കാണുന്നത്. മാനുഷികമായി ചിന്തിച്ചപ്പോൾ അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഇന്ന് അമ്മ മരിച്ചുനെ കേട്ടപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇനി ഞാൻ അമ്മേനെ കാണുന്നത് സ്വർഗത്തിൽ പോയ ഈശോയുടെ കൂടെ ആയിരിക്കുന്ന അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു അമ്മേനെ ഇപ്പം കാണുന്നതെന്നുള്ളൊരിത്.